ഈദ് മുബാറക് ഗൈസ്. ഈദിൻ്റെ അന്ന് ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്, പക്ഷെ നടന്നില്ല, പിറ്റേന്നായിപ്പോയി. അപ്പോൾ രാവിലെ തന്നെ നമസ്കരിക്കാൻ വേണ്ടി, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ഇക്കായും അലിയും ഇക്കായുടെ ഉമ്മായും കൂടെ പള്ളിയിലോട്ട് പോവുകയാണേ. അപ്പം ഇക്കായും അലിയും പുത്തൻപള്ളിയിലാണ് പോയത്. മാമിയെ സ്ത്രീകൾ നമസ്കരിക്കുന്ന ആ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് അവർ നേരെ പുത്തൻപള്ളിയിലോട്ട് വന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അലിയും ഇക്കായും ഒരു 8-8:30 ആയപ്പോഴത്തേനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒറോട്ട ഉണ്ടായിരുന്നു, ബറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബറോട്ടയും ബീഫ് കറിയൊക്കെയാണ് കഴിച്ചത്. ഞങ്ങൾക്ക് ഈ പെരുന്നാളെന്ന് പറയുമ്പോഴത്തേനും ഇവരുടെ നമസ്കാരവും കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞാൽ കിടന്നങ്ങ് ഉറക്കമാണ് മൊത്തം. പിന്നെയും എണീക്കും, ഒരു 3-4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും, പിന്നെയും ഫുഡ് കഴിക്കും. അപ്പം ഇന്ന് ഉച്ചത്തെ ഫുഡ് മട്ടൻ ബിരിയാണിയും ചിക്കൻ കൊണ്ടാട്ടവും ഒക്കെ ആയിരുന്നേ. നമ്മുടെ ഗ്രാൻഡ് യൂസിൽ നിന്ന് കൊണ്ട് തന്നതാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഞാൻ മട്ടൻ പീസ് കഴിക്കില്ല, എങ്കിലും മട്ടൻ്റെ ബിരിയാണി വല്ലാത്ത ടേസ്റ്റായിരുന്നു. ഞങ്ങൾ പൊതുവേ പകലൊന്നും ഒരിടത്ത് പോകാൻ പറ്റത്തില്ല, കാരണം ഇക്കാക്ക് ഉറക്കത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. തലേന്ന് പെരുന്നാളിൻ്റെ തലേന്ന് ഷോപ്പിൽ ഭയങ്കര തിരക്കായിരിക്കില്ലേ. അപ്പം ഇക്ക സ്വാഭാവികമായിട്ട് വരുന്നത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ വെളുപ്പിനെ 4:30-5 മണിക്കൊക്കെയാണ് വരുന്ന പാടെ ഫ്രഷായി റെഡിയായി ഈദ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോട്ട് പോകും. പിന്നെ കഴിഞ്ഞ് വന്നിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇക്ക ലേറ്റായി വരുമ്പോഴത്തേനും ഞാനും വിചാരിക്കും കിച്ചണിലെ പണിയൊക്കെ തലേന്ന് തന്നെ തീർത്ത് ഒരുക്കി വെച്ചാൽ പെരുന്നാളിന് കിടന്ന് ഉറങ്ങാമല്ലോ. അങ്ങനെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അനിയത്തിയും അനിയനും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ലുലു മോളിലോട്ടാണ് പോയത്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ വല്ലാത്ത തിരക്ക്. ഫുഡ് കോർട്ടൊക്കെ കണ്ടില്ലേ, ഇരിക്കാൻ പോലും ഒരു ചെയറോ കാര്യങ്ങളോ ഇല്ലാത്ത അത്ര തിരക്കായിരുന്നു. പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെയൊക്കെ തന്നെ. അപ്പം നമ്മുടെ പെരുന്നാൾ വിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അലിയുടെ പിക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.